ഒരു മികച്ച ഭരണാധികാരിക്ക് ശത്രുക്കളുടെ എണ്ണം എപ്പോഴും കൂടുതലായിരിക്കും. ഒരു രാജ്യത്തിന്റെ വികസനം, രാജ്യത്തിന്റെ സുരക്ഷ, രാജ്യത്തെ ജനങ്ങളെ സ്നേഹിക്കുക, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, മറ്റു രാജ്യങ്ങൾക്ക് അതായത് ശത്രു രാജ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങാതെ, നട്ടെല്ല് വളയ്ക്കാതെ ശക്തനായി മുന്നോട്ട് പോകുന്ന ഒരു നേതാവിന്, ഒരു രാഷ്ട്ര തലവന് വലിയ രീതിയിലുള്ള ശത്രുക്കൾ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, നരേന്ദ്രമോദി അത്തരത്തിലുള്ള ഒരു നേതാവാണ്. ശത്രുക്കൾ പോലും, അതായത് ഇന്ത്യയിൽ തന്നെ നരേന്ദ്രമോദിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. എന്തിനേറെ പറയുന്നു, ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള വൈര്യമാണ് ലോകരാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ താറടിച്ച് കാണിക്കുന്നതിൽ അത് അങ്ങനെ കാണിച്ച് അദ്ദേഹം ആനന്ദം കൊള്ളുന്നത്. അപ്പോ അത്തരത്തിൽ ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ നരേന്ദ്രമോദിക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ്. കാരണം ഇന്ത്യ വികസിക്കുന്നത് ഇഷ്ടപ്പെടാത്ത കുറെ ആളുകളുണ്ട്. ഇന്ത്യ എപ്പോഴും മറ്റു പല രാജ്യങ്ങളുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കണം. നമുക്കറിയാം, ചിദംബരത്തിന്റെ കുംഭസാരമൊക്കെ വന്നപ്പോൾ ഇന്ത്യക്കാരായ നമ്മളൊക്കെ സത്യത്തിൽ അമ്പരന്ന് പോയി ഇരിക്കുകയാണ്. കാരണം നമ്മുടെ ആളുകളെ കൊന്നിട്ട് ഒരു ബിസിനസ് നഗരമായ മുംബൈ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നഗരമാണ് മുംബൈ. ആ മുംബൈയിലെ താജ് ഹോട്ടലിൽ ഭീകരർ വന്ന് 166 പേരോളം ആളുകളെ കൊന്നിട്ട് സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ആ സർക്കാരിന്റെ കാലത്ത് അവർ പറഞ്ഞു, അമേരിക്ക പറഞ്ഞു പാകിസ്ഥാനെ തൊടണ്ടാന്ന്. എങ്ങനെയാണ് നമുക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുക? അതുകൊണ്ട് അവർക്ക് ശത്രുക്കളുമില്ലായിരുന്നു. ഇപ്പോ ഇന്ദിരാഗാന്ധിയൊക്കെ അങ്ങനെയല്ലേ മരിച്ചത്, രാജീവ് ഗാന്ധി അങ്ങനെയല്ലേ കൊല്ലപ്പെട്ടത് എന്നൊക്കെ ചോദിച്ചാൽ അതിന് അതിൻ്റെതായ പല രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് മുന്നിൽ തല കുമ്പിടുന്നില്ല. തുർക്കി എന്തെങ്കിലും പറഞ്ഞാൽ അതോടുകൂടി ഇപ്പൊ തുർക്കി പാകിസ്ഥാനെ സഹായിച്ചപ്പോൾ തുർക്കിക്ക് 8ന്റെ പണി കൊടുത്തു. തുർക്കിയുടെ ടൂറിസം മേഖല, തുർക്കിയുടെ ആപ്പിൾ, ഇതൊക്കെ ഒറ്റയടിക്ക് പൂട്ടിക്കെട്ടി കയ്യിൽ കൊടുത്തു. ഇപ്പോൾ സൗദിയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധത്തിൽ സൗദിക്ക് ചെറിയ മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ പാകിസ്ഥാനുമായി കൂട്ടൊക്കെ കൂടിക്കോ, ഞങ്ങൾക്കതിൽ യാതൊരു വിരോധവുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് രാജ്യത്തോട് കൂട്ടുകൂടുക എന്നുള്ളതാ. നിങ്ങളുടെ ഒരു ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെടാൻ ഇന്ത്യക്ക് ആഗ്രഹവുമില്ല, ഇന്ത്യ അതിനൊട്ട് തുനിയുമില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പാകിസ്ഥാനെ, ഭീകരവാദം ഇന്ത്യയിലേക്ക് അഴിച്ചുവിടുന്ന തരത്തിൽ പാകിസ്ഥാനെ സഹായിച്ചു എന്നറിഞ്ഞാൽ പിന്നെ ഇന്ത്യ എന്താണ് ചെയ്യുന്നതെന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് പല രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ചങ്ങാത്തം എന്ന് പറയുന്നത്. ഇപ്പോ തുർക്കിയുടെ അടുത്ത് കിടക്കുന്ന ഗ്രീസ്, അർമേനിയ, സപ്രസക്കോ ആയിട്ടുള്ള പല രാജ്യങ്ങളുമായി ഇന്ത്യ നാവികാഭ്യാസം നടത്തുന്നു. ഇന്ത്യ വലിയ തരത്തിലുള്ള ആയുധ കൈമാറ്റങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഉപയോഗിച്ച റഫേലിന്റെ ഡാറ്റ ഷെയറിങ്, അത് നമുക്ക് തന്ത്രപ്രധാനമായ ഏറ്റവും രഹസ്യമായ രേഖയാണ്. അതുപോലും നമ്മൾ അർമേനിയക്ക് കൊടുക്കാൻ തയ്യാറായി. കാരണം അർമേനിയയിൽ ഒരു ദിവസം കൊല്ലപ്പെടുന്നത് ഏകദേശം 800-ലധികം ക്രിസ്ത്യാനികളാണ്. അപ്പോ അത്തരത്തിൽ നമ്മൾ പല രാജ്യങ്ങളെയും സഹായിച്ച്, ഇപ്പൊ ഇറാനുമായി നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇറാഖുമായി നമ്മളിപ്പോ ഇറാഖിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ തീരുമാനിക്കണം. ഇറാഖുമായി ഒന്നും നമുക്ക് പ്രശ്നങ്ങളില്ല. നമ്മളെ ഭീകരവാദത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില രാജ്യങ്ങളോട് നമ്മൾ അവരെ മാറ്റി നിർത്തുക തന്നെയാണ് ചെയ്തിപ്പോ. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയതിന്റെ പേരിലാണ് ട്രംപ് നമ്മളുമായി ഉരസൽ ഉണ്ടായത്. നമ്മളെ ശത്രുവായി ട്രംപ് കാണുന്നത്. ഇന്ത്യ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ കണ്ടോളൂ, അതിന് ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രത്തോളം നിലപാടുകൾ ശക്തമാക്കുന്ന ഒരു ഭരണാധികാരിക്ക് ശത്രുക്കൾ കൂടുതലാണ് എന്നുള്ളത്. നരേന്ദ്രമോദിയെ തീർക്കാൻ 24 CIA ഏജന്റുമാർ മിഷണറിമാരുടെ വേഷം മാറി ഇന്ത്യയിൽ വന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, നരേന്ദ്രമോദിയാണ് അവരുടെ ലക്ഷ്യം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 24 CIA ഏജന്റുമാർ മിഷണറിമാരുടെ വേഷത്തിൽ, അതായത് പാസ്റ്റർമാരുടെ വേഷത്തിൽ ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ചില്ലറക്കാരല്ല അവർ. അതായത് അമേരിക്കൻ ആർമി മേജറും ട്രെയിനറുമായ ജെയിംസ് വാട്സൺ എന്ന CIA ചാരൻ മഹാരാഷ്ട്രയിലെ താനെയിൽ അറസ്റ്റിലായി. താനെയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിൽ ബിസിനസ് വിസയിൽ കഴിയുകയായിരുന്നു ഈ ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന ഈ അമേരിക്കൻ കമാൻഡറും അമേരിക്കൻ ട്രെയിനറുമാണ് ഇയാൾ. അമേരിക്കയുടെ ആർമി മേജർ
ആർമി മേജറും ട്രെയിനറുമാണ് ഇയാൾ. മോദിയെ വധിക്കാൻ ലക്ഷ്യമിട്ട 24 US കമാൻഡോകൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരം. ഇയാളും ബംഗ്ലാദേശിൽ വെച്ച് മോദിയെ വധിക്കാനെത്തി കൊല്ലപ്പെട്ട US കമാൻഡോയും ഒരുമിച്ച് ജോലി ചെയ്തവരായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മണിപ്പൂരിലെ കലാപത്തിന് ആയുധം നൽകി ഇന്ത്യയിൽ ലഹള സൃഷ്ടിക്കാൻ പ്രോത്സാഹിപ്പിച്ച ഡാനിയേൽ സ്റ്റീഫൻ കോട്നി കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്ന രണ്ടാമത്തെ CI ചാരനാണ് മേജർ ജെയിംസ് വാട്സൺ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊല്ലാനായിട്ട് നേരത്തെ ധാക്കയിൽ വെസ്റ്റ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അമേരിക്കയുടെ ഒരു കമാൻഡർ വന്ന് താമസിച്ച് അയാളെ ഏതോ അജ്ഞാതൻ തീർത്തു. ഏത് അജ്ഞാതൻ എന്നറിയില്ല. അയാളുടെ ബോഡി പോലും പരിശോധിക്കാൻ കഴിയാതെ അമേരിക്ക പൊക്കിക്കൊണ്ടുപോയ കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പിന്നീട് 24 CIA ചാരന്മാർ മോദിയെ വധിക്കാൻ ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ഡീപ് സ്റ്റേറ്റ് ആയിരിക്കാൻ തന്നെയാണ് വഴി എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ പലതവണ ഇന്ത്യയുടെ ഭരണം അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചിട്ടും പല കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടും അതൊന്നും മുളയിലേ നുള്ളി ഇന്ത്യൻ സർക്കാർ അതിനെ തീർത്ത് അറഞ്ചം പുറഞ്ചം തീർത്ത് കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. അവിടെയാണ് വീണ്ടും ഇന്ത്യയിൽ ലഹള ഉണ്ടാക്കാനും അതുവഴി ഇന്ത്യയെ തകർത്ത നരേന്ദ്രമോദിയെ തകർക്കാനും വധിക്കാനും അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ ആർമിയുടെ മേജറും ട്രെയിനറുമായ ആളുകൾ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വെറുതെ വിടേണ്ട ഒരു കാര്യമല്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മിഷണറിമാരുടെയും പാസ്റ്റർമാരുടെയും വേഷത്തിൽ US സൈനിക ഇന്റലിജൻസും CIA പലപ്പോഴും ഇന്ത്യയിലെത്തുന്നത് പരസ്യമായ വസ്തുതയാണ്. 2008 മുംബൈ ഭീകരാക്രമണത്തിനിടയ്ക്കും ഇത്തരം CIA ചാരന്മാരെ പിടികൂടിയിരുന്നു. ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യം വെച്ച CIA അതിന്റെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഈ 24 CIA ചാരന്മാർ ഇന്ത്യയിലെത്തിയത്. 58-കാരനായ ഇയാളെ ഒക്ടോബർ 3-നാണ് താനെ ജില്ലയിൽ, അതായത് ഡാനിയേൽ സ്റ്റീഫൻ കോർണിയെ ഒക്ടോബർ 3-നാണ് താനെ ജില്ലയിലെ ഭീവണ്ടിയിൽ പ്രാദേശിക ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളോടൊപ്പം 2 കൂട്ടാളികളായ ഗണപതി സർപ്പെ, മനോജ് ഗോവിന്ദ് കോൽഹ എന്നിവരെയും അറസ്റ്റ് ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയുടെ 299, 302 വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത്. അതിനുശേഷം നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇയാൾ കെൻറ്റക്കിലെ ഫോർട്ട് കാമ്പൽ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന 44-ാം എയർ ഡിഫൻസ് ആർട്ടിലറിയുടെ 2ാം ബറ്റാലിയൻ എക്സിക്യൂട്ടീവ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്നു എന്ന് തെളിഞ്ഞത്. 44-ാം എയർ ഡിഫൻസ് ആർട്ടിലറി ഒരു സജീവ പ്രവർത്തന യൂണിറ്റാണ്. വരാനിരിക്കുന്ന ഒരു സൈനിക വിന്യാസത്തിനായി തയ്യാറെടുക്കുന്ന സജീവ യൂണിറ്റാണ് അതെന്ന് പിടിക്കപ്പെട്ട ജെയിംസ് വാട്സൺ എഴുതിയ ഓണിംഗ് ദി സ്കൈസ് വിന്നിംഗ് ദി ഫൈറ്റ് എന്ന ലേഖനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തീർക്കാൻ അല്ലെങ്കിൽ വധിക്കാൻ അവിടെ നിന്ന് CIA ഏജന്റുമാർ 2008 ഇതുപോലെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്നും ഇന്ത്യയിൽ ഭീകരന്മാർ വന്നത് എങ്ങനെയാണെന്നും 2008 ഇനി സംശയിക്കേണ്ടതുണ്ടോ? അപ്പോ ഇത് നമ്മുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലുണ്ട്. ഡോവലിന്റെ പിള്ളേര് ഇറങ്ങി 24 എണ്ണത്തിനെയും ചടപട തീർക്കും. അജ്ഞാതൻ വരും, 24 എണ്ണവും തീരും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇന്ത്യ കരുതലോടെ നീങ്ങേണ്ട സമയമാണ് എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത്.